അഷ്ടാംഗ യോഗ നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ കേസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫോട്ടോ മെമ്മറി ഉണ്ട്. അദ്ദേഹം അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്ത ആളാണ്. സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, പിന്നെ അഹിംസ, ഈ 5 യമം. ഇത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. യമം പാലിക്കുന്ന ആൾക്കാർക്ക് നിയമം അറിഞ്ഞിരിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ ശുദ്ധി, ശൗച, തപസ്, ധ്യാനം, ഈശ്വര പ്രതിദാനം. പ്രാണായാമമാണ് നമ്മൾ 9 രീതിയിൽ നമുക്ക് ഈ നമ്മളെ ശ്വാസത്തെ ക്രമീകരിക്കാൻ കഴിയുക. ഐൻസ്റ്റീനോടൊപ്പം ഒക്കെയാണ്, ന്യൂട്ടനോടൊപ്പമാണ് ചേട്ടൻ്റെ ബ്രെയിനെ ആളുകൾ വിലയിരുത്തുന്നത്. കേരളത്തിന്റെ ഐക്യവുമായി 10ാം ക്ലാസ്സിൽ 400 മാർക്കുള്ള ഒരാൾ, ഡിഗ്രി ഡ്രോപ്പ് ഔട്ടായ ഒരാൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ അത്രയും മോശമായിരുന്ന ഒരാൾ. ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു. ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നതിന് ശേഷം എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ മാഡായിട്ട് സംസാരിച്ച ഒരാളാണ്. ഇദ്ദേഹം വന്നോടെ തന്നെ ഒരു 3 പുസ്തകം എന്നെ എടുത്ത് ഏൽപ്പിച്ചു. ഇത് 3 നിനക്ക് വേണ്ടി വെച്ചിരുന്നതാണ്. ഈ മാത്തമാറ്റിക്സിന് ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്. മാത്സിനകത്ത് തന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ ജെനസിസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ട്രെയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും ഒരു ബ്രില്യൻ്റ് ആയിരിക്കും. 100%. രാവിലകളിൽ ഉണർന്ന് ശീലിക്കുക, രാത്രി നേരത്തെ കിടക്കുക, ലൈഫിലൊരു ചിട്ട കൊണ്ടുവരിക. ഇപ്പൊ 76x5 എന്ന് ചോദിച്ചാൽ 380 എന്ന സ്പീഡിൽ നമുക്ക് പറയാൻ കഴിയും. എനിക്കല്ല, ആർക്കും പറ്റും. എൻ്റെ മനസ്സിൽ എൻ്റെ മുമ്പിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ കുറച്ചേരം നോക്കി എടുക്കാന്ന് എനിക്കത് ഇവിടെ കാണാം, ഫീൽ ചെയ്യും, ഫ്രണ്ടിൽ കാണുന്ന പോലെ. അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവിടെ ഇല്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇന്ന് വരെ. എവിടെ പോയിന്നോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തെ ഇറക്കി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. അങ്ങനെ പേരുള്ള ഒരാൾ അവിടെ ഇല്ല. ആരായിരുന്നു അത്? ഇന്ന് അബാക് മീഡിയയിലുള്ളത് ഒരു പുതിയ അതിഥിയാണ്, അജി ആർ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടനെ പറ്റി ഞാൻ ചേട്ടൻ്റെ പ്രൊഫൈല് നോക്കുമ്പോൾ ഇന്ത്യയിലെ IQ ലെവൽ ഇത്രയും ഉള്ളൊരാളെ നമുക്ക്, അതായത് ഐൻസ്റ്റീനോടൊപ്പം ഒക്കെയാണ്, ന്യൂട്ടനോടൊപ്പമാണ് ചേട്ടൻ്റെ ബ്രെയിനെ ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഐക്യവുമായി എങ്ങനെയായിരുന്നു ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എനിക്ക് തോന്നുന്നു കുറേ അവാർഡുകൾ, ഇപ്പോൾ ഗിന്നസ് ബുക്ക് കുറേ എണ്ണമുണ്ട്, എണ്ണം പറഞ്ഞാൽ തീരാത്തത്രത്തോളം അവാർഡുകളാണെങ്കിലും മറ്റു കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ചേട്ടൻ്റെ ഒരു ബ്രെയിൻ, തലച്ചോറ് ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന്? സത്യത്തിൽ 2010 എന്നൊരു വർഷം, അതാണ് നമ്മളെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഞാൻ കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ സ്റ്റുഡൻ്റാണ്. 2006, 2009 ഡിഗ്രി കഴിഞ്ഞെങ്കിലും എനിക്ക് 2009 അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ കോളേജിൽ നിന്ന് പുറത്തായിരുന്നു. എനിക്കൊന്ന്, ഞാൻ ചേട്ടൻ്റെ ഒരു ബയോഡേറ്റ ആദ്യമേ നോക്കിയ സമയത്ത് എനിക്ക് അത്ഭുതപ്പെടുത്തിയതാണ്. 10ാം ക്ലാസ്സിൽ 400 മാർക്കുള്ള ഒരാൾ, ഡിഗ്രി ഡ്രോപ്പ് ഔട്ടായ ഒരാൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ അത്രയും മോശമായിരുന്ന ഒരാൾ, ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറുക, അതും സ്വന്തം തലച്ചോറും ഉണ്ട്. അതൊരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായും. കോളേജ് ഡ്രോപ്പ് ഔട്ടിനെ പറ്റി ചേട്ടൻ പറഞ്ഞിരുന്നു, അതെങ്ങനെയായിരുന്നു? ഈ 2009 കോളേജിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് കോളേജിൻ്റെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നു. ഈ 2009 പരീക്ഷ എഴുതാൻ പറ്റാതെ വന്നപ്പോഴേക്കും നമ്മളാകെ വളരെ വിഷമത്തിലായി. പിന്നെ എന്ത് എന്നൊരു ചോദ്യം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഞാൻ PSC പരീക്ഷ എഴുതുന്നതിന് 10ാം ക്ലാസ്സും +2 മതി. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ PSC ലിസ്റ്റ് വന്ന ആളാണ്. ആദ്യമായി എഴുതിയ PSC ലിസ്റ്റ് വന്ന ആളാണ് ഞാൻ. ജയിൽ വാർഡൻ്റെ പരീക്ഷ ലിസ്റ്റ് വന്നു. അപ്പോൾ അതിന് 30 മാർക്കാണ് മാത്സൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മാത്സിനോട് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം എനിക്ക് ആ ഫിസിക്കൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് PSCയിലോട്ട് തിരികെ, ഇനിയിപ്പം ഡിഗ്രി ഇല്ല, ഡിഗ്രി ഇനി എപ്പോഴും എഴുതിയെടുക്കാൻ പറ്റും, എഴുതിയെടുക്കാം. ഇനി ഒന്നേന്ന് റീ അഡ്മിഷനൊക്കെ എടുക്കണം. ആകെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത്, വളരെയധികം വിഷമിക്കുന്ന സമയത്ത്, ഈ 2010 സമയങ്ങളിലാണ്, ഒരു മാർച്ച് മാസ സമയത്ത് ഞാനൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ കയറിയായിരുന്നു. അവിടെ ഒരു ട്യൂട്ടോറി. ആ സമയത്തൊന്നും എനിക്ക് ഈ ടാലൻറ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ആ സമയത്താണ് ഞാനൊരു പോലീസ് കേസിൽ, നമ്മുടെ വീട്ടിലെ ഒരു പോലീസുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ അതും തെറ്റിദ്ധാരണയാണ്. ചേട്ടന് മേടിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ചേട്ടനില്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മളെ വീട്ടിലൊരു ചെറിയൊരു പ്രശ്നമായപ്പം ഡിഗ്രിയും പോയി. ഈ വീട്ടിനടുത്ത് ഒരു നാണക്കേട്, ജോലിയില്ല, ഡിഗ്രി പോയി, എല്ലാം നശിച്ച സമയത്താണ്, തകർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ബസ് യാത്രയിൽ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഈ സിനിമയിലൊക്കെ ഡയലോഗില്ലേ, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന. തീർച്ചയായും. നമ്മൾ വളരെ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മളുടെ വളരെ മാനസികമായിട്ട് തകർന്നൊരവസ്ഥ. നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ട്യൂഷനും നിന്ന് ആകെ ബുദ്ധിമുട്ട്, പഠിക്കാനുള്ള ഇതില്ല, പഠനവും ബ്രേക്ക് ചെയ്ത് ആ ടൈമിൽ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരാളെ മീറ്റ് ചെയ്ത്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നതിന് ശേഷം
എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ മാഡായിട്ട് സംസാരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത്, നിനക്ക് മാത്സിൽ നല്ലോണം ചെയ്യാൻ കഴിയും, നിനക്ക് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ കഴിയും, നീ അതിനു വേണ്ടി ഫോക്കസ് ചെയ്യണം. അപ്പം ഞാൻ പറയും, മാത്സ് പഠിച്ചിട്ടില്ല, അതിന് പഠിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് പുള്ളി. നിൻ്റെ ഓൾറെഡി ഇതെല്ലാം ഉണ്ട്, നിനക്ക് ഞാനിതെല്ലാം പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ്. അന്ന് ഈ 1100 ഫോണാണ് ഉപയോഗിക്കുന്നത്, നോക്കിയുടെ സെറ്റാണ് അന്ന്, ഈ ആൻഡ്രോയിഡ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഈ സംസാരത്തിനിടയിൽ. അപ്പോഴാണ് ഇദ്ദേഹം എൻ്റെ നമ്പർ വാങ്ങിയിട്ട്, നിന്നെ ഞാൻ വിളിക്കാം, നീ വന്നാൽ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം, എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, നിനക്കത് ഉപകാരപ്പെടും. എന്നിട്ട് ഞാനത് ചെവി കേൾക്കുന്നുണ്ടെങ്കിലും വലിയ ശരി അങ്ങ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞെന്നല്ലാതെ വലിയതായിട്ട് എനിക്ക് ഇദ്ദേഹം ഇരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ വീട് കുണ്ടറയാണ്, എളമ്പള്ളൂർ, കൊല്ലം ജില്ല. അവിടെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം തൊട്ട് രണ്ട് സ്റ്റോപ്പ് അപ്പുറമുള്ള എഴുകോൺ എന്നൊരു സ്ഥലത്താണ്. ഞാൻ അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വിളിക്കാം, നീ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഈ പുള്ളിക്കാരൻ വണ്ടി ഇരുന്ന് തന്നെ എനിക്കൊരു കോൾ ചെയ്തു തന്നെ സേവ് ചെയ്യാൻ. ഞാനും സത്യത്തിൽ സേവ് ചെയ്തില്ല. അന്ന് ഈ 5 നമ്പർ കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്തില്ലെങ്കിൽ പോവും ഈ പഴയ സെറ്റിനകത്ത്. ഞാൻ വീട്ടിൽ പോയിട്ടും ഞാൻ സേവ് ചെയ്യുന്നില്ല. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം എന്നെ വിളിച്ചു, എവിടെ നീ വന്നില്ലെന്ന് ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്യുക. ആരായിരുന്നു അത്? അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹമാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. ഞാൻ അദ്ദേഹത്തെ വിസ്മരിക്കുന്നതിന് ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുന്നത്, ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നെ സഹായിച്ചത്. അത്ഭുതം. അദ്ദേഹം വന്നു, ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പേര്. അന്ന് പേര് ജസ്റ്റ് വണ്ടി ഇരുന്നപ്പോൾ ഞാൻ പേരൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ വീട്ടിൽ പോയി അടുത്ത ദിവസം രാവിലെ കോൾ വരുന്നു, ഇന്നലെ കണ്ട ആളാ, നീ എന്താ വരാത്തെന്ന് ചോദിച്ച്. ഞാൻ വിളിക്കാത്ത എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് തുരുതുരാന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഒന്ന് പോവാം, മാത്സ് ഒക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ ഈ കുട്ടികളെ മാത്സ് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്, കൊച്ചു കുട്ടികളെ. അപ്പം എന്തെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ചെന്നു, നടന്നു, ഒരു 2 കിലോമീറ്റർ നടക്കണം. നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കമ്പോസ്റ്റ് കുളത്തിനടുത്ത വീട്, ഒറ്റയ്ക്ക് ചെറിയൊരു ഓട്ട വീട്. ഇദ്ദേഹം അവിടെ വെളിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, തോർത്തെടുത്ത്. ഞാൻ സാറിന് വിളിച്ച് കയറി വരാൻ പറഞ്ഞു. അകത്ത് കയറി ഇദ്ദേഹം മാത്രമുള്ള വീട്ടിൽ. ഇദ്ദേഹം വന്ന ഉടനെ തന്നെ ഒരു 3 പുസ്തകം എന്നെ എടുത്ത് ഏൽപ്പിച്ചു. ഇത് 3 നിനക്ക് വേണ്ടി വെച്ചിരുന്നതാണ്, നീ ഇതെടുത്തോളാൻ പറഞ്ഞു. അന്ന് നീ സ്കില്ലിനെ കുറിച്ച് 3 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. ജ്ഞാനസാധന മാർഗങ്ങൾ, പിന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ശൃംഖല, അങ്ങനെ 3 കാര്യങ്ങളാണ്. ഒന്ന് മറ്റേ മെഡിറ്റേഷൻ, പ്രാണായാമ കുറിച്ചൊക്കെയുള്ള യോഗയെക്കുറിച്ച് അഷ്ടാംഗ യോഗയെക്കുറിച്ചുള്ളൊക്കെ നോളജുകളാണ് കൂടുതൽ. സ്പിരിച്വാലിറ്റിയിലേക്ക് വലിച്ചിടാൻ നോക്കിയതാണോ? എന്നും അറിയില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. ഞാനിത് സംസ്കൃതം പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹം അപ്പം അന്നത്തെ ദിവസം ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പം ഇദ്ദേഹം മാത്സിൻ്റെ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളും പറഞ്ഞു. ഈ മാത്തമാറ്റിക്സിന് ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്. മാത്സിനകത്ത് തന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ ജെനസിസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാനത് ഇപ്പോൾ നമ്മൾ ഐക്യൂഡ് സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമാക്കിയത്. അത് ട്രെയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അവർ ബ്രില്യൻ്റ് ആയിരിക്കും, 100%. അവരുടെ ലൈഫ് മൊത്തം മാറ്റാൻ പറ്റും. അത് ട്രെയിൻ ചെയ്താൽ മതി. ഞാനത് കഴിഞ്ഞ 13 വർഷമായിട്ട് കുറേ കുട്ടികളെ ട്രെയിൻ ചെയ്തു, അവരിൽ മാറ്റം ഉണ്ടായി. ഒരു കുട്ടിയെ എനിക്ക് പെട്ടെന്ന് ഒരു 5 ദിവസം, ഒരു 6 ദിവസം തന്നാൽ പോലും അവരിലൊരു മാറ്റം ഉണ്ടാക്കി എനിക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ ചിന്തയിലെ മാറ്റം വരും. അത് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസ് ഓൾറെഡി ഉള്ളതാണ്. മാത്തമാറ്റിക്കൽ ഉപയോഗിച്ചത് ചെയ്യാൻ കഴിയുമെന്ന് ഇദ്ദേഹം എനിക്ക് അവതരിപ്പിച്ചു തരുക. അതായത് മനുഷ്യന് നിലവിലുള്ള 2 കാര്യങ്ങൾ അതിലേക്ക് മാക്സിമം ഉൾപ്പെടുത്തുക. മനസ്സിൽ നമ്മൾ നിലവിൽ 2 ട്രെയിനിങ് മെത്തേഡ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ മന്ത്രോച്ചാരങ്ങൾ പഠിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഒരു മഹാരാഷ്ട്ര ഒരു അദ്ദേഹം വളരെ ഫേമസ് ആയി, 19 വയസ്സുള്ള അദ്ദേഹം എത്രയോ ദശലക്ഷം ശ്ലോകങ്ങൾ പെട്ടെന്ന് തന്നെ കാണാപ്പാടമാക്കി എന്ന് പറഞ്ഞ് ഫേമസ് ആയിരുന്നു. അപ്പൊ നമ്മളുടെ ഈ മന്ത്രോച്ചാരങ്ങൾക്കൊക്കെ ഈ ബ്രെയിനിന്റെ ന്യൂറോൺസിനെയൊക്കെ ഉണർത്താനുള്ള കഴിവുകളുണ്ടെന്ന് ഇദ്ദേഹം അന്ന് പറഞ്ഞു തരികയും അത് നമ്മളുടെ തെളിയിച്ചിട്ടുമുണ്ട്. അപ്പം ഇതുപോലത്തെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എക്സസൈസുകൾ NLP ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അവരൊക്കെ കുറേയൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വിരൽ ഇങ്ങനെ ചെയ്തു, ഇതൊരു ന്യൂറോ എക്സസൈസാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ കോർഡിനേഷൻ കറക്റ്റാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ട്, ഇപ്പൊ തെറ്റി. ഇപ്പൊ ഇതുപോലത്തെ ഇങ്ങനെ കറക്കുമ്പം ഇതിങ്ങനെ കറക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതൊക്കെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എക്സസൈസുകളാണ്. ന്യൂറോ ജെനസിസ് എന്ന് പറഞ്ഞ പുതിയ ന്യൂറോൺ ക്രിയേറ്റ് ചെയ്യുകയും ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതിന്റെ ബന്ധനം കണക്ട് ചെയ്യുകയും ചെയ്യുന്ന, സ്ട്രോങ് ആക്കുകയും ചെയ്യുന്ന 2 എക്സസൈസുകളാണ്. ഇത് നമ്മൾ മാത്സിലൂടെ തന്നെ ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റ് ആണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, ലോകത്തെ പ്രധാനപ്പെട്ട സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് 2-3 ട്രിക്കുകൾ പറഞ്ഞു തന്നു. വളരെ എളുപ്പത്തിൽ പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ തന്നെ മാത്സിന്റെ എല്ലാ ക്രിയകളും ചെയ്യാം.
ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും ഉത്തരം പറയാൻ കഴിയുക, ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വന്നപ്പോൾ തന്നെ എനിക്കിത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, സാറ് ഞാൻ സാറിനെ ഗുരുവായിട്ട് കണ്ടോട്ടെ, സാറിൻ്റെ പേര് അപ്പോഴാണ് ചോദിക്കുന്നത്. ഗോപാലകൃഷ്ണൻ എന്ന സാറിൻ്റെ പേര്, 74 വയസ്സെന്ന പ്രായമുണ്ട്, റിട്ടയർഡ് ആണെന്ന് പറഞ്ഞു. സർവകലാശാലയിലെ ഒരു നമ്മളെ ശങ്കരാചാര്യ സർവകലാശാലയിലെ പ്രൊഫസറാണെന്നാണ് പറഞ്ഞത്, HOD ആണെന്നാണ് പറഞ്ഞത്. ഞാനെന്ത് ചെയ്തു, ഇതെല്ലാം കേട്ടു. അന്നത്തെ ദിവസം തിരിച്ചു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ 2-3 സജഷൻ എന്ന് പറഞ്ഞാൽ, രാവിലകളിൽ ഉണർന്ന് ശീലിക്കുക, രാത്രി നേരത്തെ കിടക്കുക, ലൈഫിലൊരു ചിട്ട കൊണ്ടുവരിക. അപ്പോൾ ഇത് പാലിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി രാവിലെ അടുത്ത ദിവസം എണീക്കാൻ തീരുമാനിച്ചു. പക്ഷെ അന്ന് തന്നെ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പം സാറിൻ്റെ വീട്ടിൽ രാവിലെ പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക്. കാര്യം അത്രയും ഇൻട്രസ്റ്റ് ആയി. കാര്യം ഈ ടേബിള് 100 മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ എനിക്ക് അന്ന് തന്നെ സാറിനോട് ഇരുന്നപ്പോൾ തന്നെ ഞാൻ പഠിച്ചു. അദ്ദേഹത്തിന്റെ സംസാര രീതി, പ്രസന്റേഷൻ, ഞാൻ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അതിനുശേഷം ഞാനും പഠിപ്പിക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരാളെ 100 ടേബിൾ പഠിപ്പിക്കാൻ പറ്റും. ഏതൊരാളെ അല്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഇപ്പൊ 28ന്റെ ടേബിള് ഇപ്പൊ 76x5 എന്ന് ചോദിച്ചാൽ 380 എന്ന സ്പീഡിൽ നമുക്ക് പറയാൻ കഴിയും. എനിക്കല്ല, ആർക്കും പറ്റും. ആ ഒരു വിദ്യ ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരുക. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വളരെ എളുപ്പം. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് ട്രെയിൻ ചെയ്തു. വീട്ടിൽ വന്ന് ചെയ്യുമ്പോൾ കൊള്ളാം, അടിപൊളി. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും അദ്ദേഹത്തിനടുത്ത് ചെല്ലുക. 3ന്റെ അന്ന് ചെയ്യുന്നു, 4ന്റെ അന്ന്. ഇങ്ങനെ ഓരോ ദിവസവും ഇദ്ദേഹം ഓരോ നോളജുകൾ തരാൻ തുടങ്ങി. ജ്ഞാനസാധന മാർഗങ്ങള്, അഷ്ടാംഗയോഗയുടെ പ്രാധാന്യം. ഈ അഷ്ടാംഗയോഗയാണ് ഈ ഫോട്ടോഗ്രാഫി മെമ്പറിലേക്ക് ലീഡ് ചെയ്യുന്നത്. അഷ്ടാംഗയോഗ അഷ്ടാംഗയോഗ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പഴയകാല ഋഷി, അതായത് പണ്ടത്തെ ഋഷി വര്യന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊന്ന് ചേട്ടൻ്റെ വീഡിയോസ് തിരഞ്ഞു പോയ സമയത്താണ് ഇത്തരത്തിലുള്ള ചില വീഡിയോസ് കാണാൻ കഴിഞ്ഞത്. ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നത് പഴയകാല ആളുകൾക്ക് ഇത്തരത്തിലുള്ള? സത്യം പറഞ്ഞാൽ ഞാൻ ഈ 2010 ശേഷം ഒരു 7 ദിവസമാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഇത് 7 ദിവസം കണ്ടപ്പോഴും ഇദ്ദേഹം എനിക്ക് ഈ 3 ബുക്കുകൾ എനിക്ക് തന്നിരുന്നു. സംസ്കൃതം അറിയാത്തതിന്റെ പേരിൽ ഞാൻ ഈ ബുക്ക് വാങ്ങിയില്ല അന്ന്. പക്ഷെ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ടാലന്റ് അറിയുന്നത് ആദ്യമായിട്ട്. അതൊക്കെ റീചാർജ് കൂപ്പണിന്റെ കഥയൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനൊരു റീചാർജ് കൂപ്പൺ ചാർജ് ചെയ്തപ്പം പെട്ടെന്ന് കണ്ടൊരു നമ്പർ ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതൊരു ടാലന്റ് ആണെന്ന് മനസ്സിലാവുന്നത്. കാര്യം അപ്പോഴാണ് എനിക്കൊരു ഫോട്ടോ പോലെ പതിയെന്ന് ഫീൽ ചെയ്തത്. എൻ്റെ മനസ്സിൽ എൻ്റെ മുമ്പിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ കുറച്ചേരം നോക്കി എടുക്കുകയെന്ന് എനിക്കത് ഇവിടെ കാണാം, ഫീൽ ചെയ്യും, ഫ്രണ്ടിൽ കാണുന്ന പോലെ. അപ്പം പെട്ടെന്ന് എനിക്ക് അന്ന് ഈ 7 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ വന്ന ദിവസം ഒരു കല്യാണ ദിവസമാണ്. 2010 സെപ്റ്റംബർ മാസം 2-ാം തീയതി. ആ ദിവസം നമ്മളൊരു സുഹൃത്തിന്റെ കല്യാണമായിരുന്നു. ആ ദിവസമാണ് ഞാൻ ഇദ്ദേഹത്തെ അന്ന് അതിന്റെ തലേന്ന് വരെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ ഇത് അധികം ആർക്കും അറിയത്തില്ല. ഈ ഇൻസിഡന്റ് വലുതായിട്ട് അറിയാം. ഞാൻ ആരോടെ ഇന്ന് റിവീൽ ചെയ്യാത്തൊരു കാര്യം ഞാൻ ഈ ഇടയ്ക്കാണ് ഒരു ചാനൽ റിവീൽ ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തെ കണ്ടത്, ഈ കല്യാണ ദിവസം ഇത് അറിഞ്ഞ ദിവസം പെട്ടെന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. എനിക്ക് റീചാർജ് കൂപ്പൺ ചാർജ് ചെയ്യാൻ പറ്റും. സത്യത്തിൽ ഒരാളെ കാർഡ് മോഷ്ടിക്കൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളെ സുഹൃത്തിന്റെ ഇടുന്നൊരു നമ്പറുകൾ പഠിക്കാൻ പറ്റിയപ്പോൾ അവനെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി കൊള്ളാം. അപ്പൊ അവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ പുതിയ റീചാർജ് ചെയ്തുകൂടെ, വിശ്വാസം വരാൻ വേണ്ടി. അങ്ങനെ 1-2 ഞാൻ ചെയ്തു നോക്കിയായിരുന്നു. കാര്യം ദൂരെ നിന്ന് റീചാർജ് കൂപ്പൺ ചുരണ്ടുമ്പോൾ തന്നെ കണ്ടുടനെ ഇറങ്ങിയാൽ അവർ ചെയ്യാൻ സ്പീഡിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ബ്രെയിനിൽ അത്രയും സ്പീഡിൽ ഈ നമ്പറുകൾ വരണം. എനിക്ക് വരുന്നുണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തോട് പറയണമല്ലോ. അന്ന് ഞാൻ പോയില്ല. അന്ന് ഈ കല്യാണ ദിവസം എനിക്ക് കല്യാണ ദിവസം പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തെ വിളിച്ച് അറിയിച്ചതുമില്ല, അദ്ദേഹം എന്നെ വിളിച്ചതുമില്ല. അടുത്ത ദിവസം ഞാൻ അവിടെ ചെന്നപ്പം ഇദ്ദേഹം അവിടെ ഇല്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇന്ന് വരെ. എവിടെ പോയിന്നോ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തെ ഇറക്കി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. അങ്ങനെ പേരുള്ള ഒരാൾ അവിടെ ഇല്ല. ഒന്നെങ്കിൽ എന്നോട് പേര് കള്ളം പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഈ 3 പുസ്തകം വാങ്ങിയിട്ടില്ല. പക്ഷെ അതൊരു അത്ഭുതമാണ്. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ നമ്മളോട് വന്നിട്ട് ഞാൻ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരാളാണ്. കാര്യം ഞാൻ ഒരുപാട് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഗുരുവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഫേസ് ഉണ്ട്. അദ്ദേഹത്തെ പിന്നെ കാണാൻ പറ്റാത്തതിന് ഇപ്പോഴും ഞാൻ അന്വേഷിക്കുന്നുണ്ട്, എവിടെയെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഒരു 88 വയസ്സ് പ്രായം കാണും. അന്നത്തെ വയസ്സ് എന്നോട് പറഞ്ഞതാ 74 വയസ്സ്. പക്ഷെ ലുക്കിൽ 74 വയസ്സുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ നോളജ് അപാരമാണ്. നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നെ. എനിക്ക് ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ. ഈ അഷ്ടാംഗയോഗ നമ്മളെ സ്വാമി വിവേകാനന്ദന്റെ കേസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി മെമ്മറി ഉണ്ട്. അദ്ദേഹം അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്ത ആളാണ്. അപ്പൊ ഇതുപോലെ തന്നെ അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം തന്ന നോളജിൽ ഞാൻ അഷ്ടാംഗയോഗ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തീരുമാനിച്ചു. പക്ഷെ രാവിലെ എണ്ണിക്കുക. ഇപ്പൊ യമനിയമങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം യമം നിയമം 2 കാര്യങ്ങളാണ്. യമം നമുക്കുണ്ടായിരിക്കണം, നിയമങ്ങൾ നമ്മൾ പാലിക്കണം. 5 കാര്യങ്ങളാണ്. സത്യം, ആസ്തേയം, അപരിഗ്രഹം, ഈശ്വര പ്രതിദാനം, ബ്രഹ്മചര്യം. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഞാനിപ്പം ഓർഡർ തെറ്റിയാ പറഞ്ഞത്.
അപ്പം സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, പിന്നെ അഹിംസ, ഈ 5 യമം. ഇത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് പാലിക്കാൻ ഭയങ്കര പാടാണ്. യമം പാലിക്കുന്ന ആൾക്കാർക്ക് നിയമം അറിഞ്ഞിരിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ ശുദ്ധി, ശൗച, തപസ്, ധ്യാനം, ഈശ്വര പ്രതിദാനം, ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ യോഗാസനയിലോട്ട് പോയാൽ, ഇഷ്ടമുള്ളൊരു യോഗ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ശീർഷാസനം നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ശീർഷാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാണായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നല്ല രീതിയിൽ ചെയ്യും. തല കുത്തി നിന്നിട്ട് തന്നെ പ്രാണായാമം ചെയ്യാം. എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യും. അല്ല, ഈ ശീർഷാസനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. യോഗാസനകൾ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന മുറകളെല്ലാം, പത്മാസനമായാലും ശവാസനമായാലും വൃഷാസനമായാലും ഒരുപാട് ആസനങ്ങളുണ്ട്. അതിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പൊ എല്ലാ ദിവസവും യോഗ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. യമം, നിയമം, അഷ്ടാംഗ യോഗ എന്ന് വെച്ചാൽ 8 ലിംബുകളാ. യമം പറഞ്ഞു, നിയമം പറഞ്ഞു, പിന്നെ ഉള്ളത് അടുത്തത് ഈ പറഞ്ഞ യോഗാസനം, പിന്നെ ഉള്ളത് പ്രാണായാമം. പ്രാണായാമമാണ് നമ്മൾ 9 രീതിയിൽ നമുക്ക് ഈ നമ്മളെ ശ്വാസത്തെ ക്രമീകരിക്കാൻ കഴിയുക. അതിൽ ഭ്രമരി പ്രാണായാമം എന്ന് പറഞ്ഞൊരു പ്രാണായാമമുണ്ട്. ബീ ബ്രീത്തിങ് എന്ന് പറയും. പെട്ടെന്ന് ബീ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ പൊത്തി ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ബ്രെയിന് നല്ലതാണ്. പിന്നെ കപാലപതി എന്ന് പറഞ്ഞൊരു ഒരു എക്സസൈസ് ഉണ്ട്, നാഡീശോധനയുണ്ട്, അനുലോമ വിലോമയുണ്ട്. ഇത് നമുക്ക് ഒരാടത്തു നിന്ന് പഠിക്കാൻ പറ്റും ഈ പ്രാണായാമം കഴിഞ്ഞാലുള്ളത്. പിന്നുള്ളത് പ്രത്യാഹാര. ഈ പ്രത്യാഹാര എന്ന് പറഞ്ഞാണ് ഞാൻ മാസ്റ്ററായത്. പ്രത്യാഹാര അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ എനിക്ക് മാസ്റ്ററാകാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോഗ്രാഫി മെമ്മറി ചെയ്യാൻ കഴിയുന്നത്. വിവേകാനന്ദനെ അവിടെ നിന്ന് ഞാൻ ഉപമിക്കുമെന്നല്ല, ഒരിക്കലും ഞാൻ ഐൻസ്റ്റീനോട് ഉപമിച്ചിട്ടില്ല. ഇവരെല്ലാരും വന്ന് പറഞ്ഞ ഐക്യമാണെന്നൊക്കെ അങ്ങ് ആയതാണ്. സത്യത്തിൽ 2010 സത്യമാണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ക്രിയായോഗ അഷ്ടാംഗ യോഗ പഠിച്ചതുകൊണ്ട് ഒരാൾക്ക് ഇത്രയേറെ ബ്രെയിൻ പവറുകളോ അല്ലെങ്കിൽ ഇത്രയേറെ കഴിവുകളോ കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പൊ അഷ്ടാംഗ യോഗ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ രാവിലെ ഉണർന്ന് ശീലിക്കുന്ന ഒരാൾ, ഇപ്പം രാഹുലായാൽ പോലും രാവിലെ ഉണർന്ന് ശീലിക്കുകയും ചിട്ട പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ട് കൃത്യമായി ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജനസിസ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ രാഹുലിന് മാറ്റം ഉണ്ടാവും.